ദൈവതിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരുമായ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, ഒരു വട്ടം കൂടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് ലഭിക്കുന്ന ഈ സുന്ദരമായ അവസരം ഏറ്റവും അനുഗ്രഹമാകട്ടെ. നമ്മെ തന്നെ കാണുവാനുള്ള കണ്ണാടിയായി ദൈവത്തിൻ്റെ വചനത്തെ കണ്ടുകൊണ്ട് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ ഇച്ഛിക്കുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന വാക്കുകളിൽ നാം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് ധന്യരായി ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കർത്താവായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തും സ്തുതിച്ചും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും കൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം വായിക്കാൻ നിരൂപിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 28-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 28-ാമത്തെ വാക്യം. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു, ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു, യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നൊരു വാക്കാണിത്. അസാധാരണമായിരിക്കുന്ന ആത്മീക കാഴ്ചപ്പാടിൽ യേശുക്രിസ്തുവിനെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായ പൗലോസ് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കിൽ പറഞ്ഞാൽ ഗലാത്യർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി. അദ്ദേഹം പ്രസംഗിക്കുകയല്ലായിരുന്നു, ക്രിസ്തുവിനെ വരച്ച് കാട്ടുകയായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനെ വരച്ച് കിട്ടി, പടം വരച്ചു കൊടുത്തു എന്നല്ല എൻ്റെ അർത്ഥം. അത്രയ്ക്ക് ഹൃദയത്തിനകത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള രൂപരേഖകൾ വരച്ചു കൊടുക്കാൻ കഴിവുള്ള ജ്ഞാനിയായ, വാഗ്മിയായ, സമർത്ഥനായ സുവിശേഷകൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് മാനവന് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഉണ്ടായ പരിവർത്തനം, രാജാക്കന്മാർ പോലും, അഗ്രിപ്പാവിനെ പോലുള്ള രാജാക്കന്മാർ പോലും പൗലോസിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കേട്ടുകേൾവിയുള്ളവരും ആ പ്രസംഗം ഒന്ന് കേൾക്കാൻ തൽപരരുമായിരുന്നു എന്ന് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ സാക്ഷീകരിക്കുന്നുണ്ട്. ആ പൗലോസ് ഇവിടെ പറയുക, അല്ലെങ്കിൽ ആ പൗലോസിനെക്കുറിച്ച് ഇവിടെ പറയുക, യേശു തന്നെ ക്രിസ്തുവെന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനത് നമ്മളിലേക്കൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. യേശു ആരാണെന്ന് തെളിയിച്ചത് തിരുവെഴുത്തുകളാൽ ആണെന്ന്. തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. യേശുവിൻ്റെ കുറേ പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടല്ല. കർത്താവ് കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയല്ലോ, കർത്താവ് കുരുടനെ കാഴ്ച കൊടുത്തല്ലോ, വെള്ളത്തിൻ്റെ മീതെ നടന്നല്ലോ, അതൊന്നും പറഞ്ഞുകൊണ്ടല്ല. തിരുവെഴുത്തുകൊണ്ട് തെളിയിച്ചു യേശു ആരെന്ന്. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു 50 വട്ടമെങ്കിലും മാറി മാറി ചിന്തിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഈ വാക്യം തന്നെ ഇന്ന് ദൈവമക്കളോട് പറയാൻ ആഗ്രഹിച്ചത്. എന്തെന്ന് ചോദിച്ചാൽ, നാം ആരാണെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ വായിക്കുന്നത്, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ രക്തം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. രോഗമൊക്കെ എത്രയുണ്ട്, ശരീരത്തിനകത്ത് എന്തൊക്കെ പ്രശ്നമുണ്ട്, ഇതൊക്കെ അറിയാൻ പറ്റും. ഒരു സ്കാനിങ് മെഷീനിൽ കയറി നമ്മളെ സ്കാൻ ചെയ്താൽ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ പ്രശ്നമുണ്ടോ, ശരീരത്തിനകത്ത് അപകടകരമായിരിക്കുന്ന എന്തെങ്കിലും തടിപ്പോ മുഴയോ ഒക്കെ ഉണ്ടോ, ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഈ നാട്ടിൽ കുറേ ആൾക്കാർ കൈരേഖ നോക്കുന്നവരും, മുഖലക്ഷണം പറയുന്നവരും, ജാതകം നോക്കുന്നവരും, നാൾ നോക്കി പറയുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ കുറേ കാര്യങ്ങൾ പറയുമായിരിക്കും. നമ്മുടെ കൂടെ പ്രവാചകന്മാരുമുണ്ട്. അവർ നമ്മുടെ ഭാവിയും ഇന്നലകളൊക്കെ പറയുമായിരിക്കും, വാഗ്ദത്തങ്ങളുമൊക്കെ. പക്ഷേ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ അസാധാരണമായിരിക്കുന്നൊരു സമ്മർദ്ദം കിട്ടി ദൈവമക്കളെ. അത് മറ്റൊന്നുമല്ല, നാം ആരാന്നറിയാൻ ദൈവവചനത്തിലൂടെ നാം നമ്മെ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്? മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകൾ, ഞാൻ മനുഷ്യനാണല്ലോ, എൻ്റെ പേരെഴുതിയ ഒരു അധ്യായം ബൈബിളിൽ കാണില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരമസൃഷ്ടി എന്ന നിലയ്ക്ക്, മനുഷ്യൻ എന്ന നിലയ്ക്ക്, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക്, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസി, ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളെന്ന നിലയ്ക്ക്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് കർത്തൃവേല ചെയ്യുന്ന ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക്, ആ നിലയ്ക്ക് എന്നെക്കുറിച്ചൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള ഗ്രാഹ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്.
ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുക. നിങ്ങൾ വീണ്ടും ജനിച്ച ഒരാളാണോ? രക്ഷിക്കപ്പെട്ട ആളാണോ? എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ അവകാശം, അവരുടെ സുരക്ഷിതത്വം, അവരുടെ ലക്ഷ്യം, അവർക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന കരുതൽ, അവർക്കായിട്ടുള്ള ദൈവത്തിൻ്റെ സംരക്ഷണകൾ, സൂക്ഷിപ്പുകൾ, ഇതിനെക്കുറിച്ചെല്ലാം ഈ ബൈബിളിനകത്തുണ്ടെന്ന്. മനുഷ്യനെക്കുറിച്ച് ദൈവം എന്തുദ്ദേശിച്ചോ അത് ഈ വിശുദ്ധ ബൈബിളിലുണ്ട്. പരിശുദ്ധാത്മാ നിറവുള്ളൊരു മനുഷ്യൻ എന്തൊക്കെ സാധിക്കും എന്നതിനെക്കുറിച്ച് ബൈബിളുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് ബൈബിളിലുണ്ടല്ലോ. നമ്മെക്കുറിച്ച് അറിയണമെങ്കിൽ നാം തിരുവെഴുത്തിലേക്ക് തിരിയണം. നമ്മെ തെളിയിക്കണം വചനം കൊണ്ട്. നിങ്ങളത് ക്ലെയിം ചെയ്യണം. ഏത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നത്തോട് പറയണം, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിക്കും. അതാരെക്കുറിച്ചാണ്? ദൂതന്മാരോട് കൽപ്പിക്കാമെന്ന് പറഞ്ഞത് ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ നമ്മെക്കുറിച്ചാണ്. അപ്പം എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ആരൊക്കെ നിന്നെ വിട്ടിട്ട് പോയാലും, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും ഉയരത്തിൽ നിന്ന് കരം നീട്ടി ഞാൻ നിന്നെ സഹായിക്കും എന്ന് ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ദൈവത്തെ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ചാണ്. അതിപ്പം നിനക്ക് നിന്നെ സ്വന്തമാക്കിക്കൂടെ? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനായി ജീവിക്കുന്നു, അതുകൊണ്ട് എന്നെ കരുതാനൊരു സ്വർഗമുണ്ട്. എന്നെക്കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ ഒരിടത്തും അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞാൻ നിന്നെ ജയോത്സവമായി നടത്തും എന്നെഴുതിയിരിക്കുന്നുണ്ടല്ലോ. അതാരെക്കുറിച്ചാണ്? ഒരാളെക്കുറിച്ചല്ലെന്ന്. അതൊരാൾക്കെഴുതിയ പേഴ്സണൽ ലെറ്റർ അല്ല. വിശുദ്ധ ബൈബിളിൽ വന്നിരിക്കുന്ന വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയതുപോലത്തെ വാക്കാണത്. വേദപുസ്തകം അനുസരിച്ച് ജീവിച്ചാൽ ആ വാക്ക് നമ്മളെക്കുറിച്ചാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ തെളിയിക്കണം, നാം ക്ലെയിം ചെയ്യണം. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ആരെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് തിരുവെഴുത്തിലൂടെയാണ്. ആരെങ്കിലും വിളിച്ചിരുത്തി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ബന്ധനമുണ്ടോ, എനിക്ക് പ്രശ്നമുണ്ടോ, ഞാൻ രക്ഷപ്പെടുമോ, ഇതൊരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കേണ്ടതല്ലെന്ന് ഞാൻ ഇച്ചിരൂടെ നിങ്ങളോട് പറയുക. ഇതൊക്കെ ഉള്ളതാണ്, കൃപാവരം ശുശ്രൂഷയൊക്കെ ഉള്ളതാണ്, വെളിപ്പാട് പ്രവചനം. പക്ഷേ ഈ വാക്കിനെ ഞാൻ വളരെ ശക്തമായിട്ട് മുറുകെ പിടിക്കുക. തിരുവെഴുത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. തിരുവെഴുത്ത് കൊണ്ട് തെളിയിക്കണം. യേശുക്രിസ്തു ആരെന്ന് തെളിയിച്ചത് തിരുവെഴുത്ത് കൊണ്ടാണെങ്കിൽ നാം അന്ധകാര ശക്തിയോട് പറയണം, ഞാൻ ആരാന്ന് എനിക്കറിയാം, എന്നോട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഞാൻ ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയാം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അവരെ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവശബ്ദം കേട്ട് ജീവിക്കുന്ന ഒരാൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതെന്നെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. ഞാനതനുസരിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണ്, പിടിച്ചു പറിക്കാൻ പറ്റില്ല. അതെന്നെക്കുറിച്ചെന്ന് വിശ്വസിച്ചുകൂടെ? തിരുവെഴുത്ത് കൊണ്ട് നാം അറിയണം നാം ആരാണ്. അബ്രഹാം ആരാണ്? ലോത്ത് ആരായിരുന്നു? ദാനിയേൽ ആരാണ്? അല്ലെങ്കിൽ എസ്തേർ ആരാണ്? ഇതറിയാൻ വേണ്ടിയിട്ടല്ലല്ലോ ബൈബിൾ എഴുതിയത്. അവരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരാണ്? ഞാനെന്താ ചെയ്യണ്ടേ? എൻ്റെ ലക്ഷ്യം എന്താണ്? എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന എന്തിനാണ്? ഇതൊക്കെ അറിയണ്ടേ നമ്മൾ? നാം നമ്മെ തന്നെ തെളിയിക്കേണ്ടത് തിരുവെഴുത്ത് കൊണ്ടാണ്. അതിൻ്റെ അടിയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ടാഗ് ചെയ്തിട്ടിരിക്കുന്നത് പോലെ ഒരു വാക്കോടെ കണ്ടോ? തെളിയിച്ചു എന്ന് മാത്രമല്ല, ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. അതെന്നെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. യേശുവിനെ പൗലോസ് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെക്കുറിച്ച് യഹൂദന്മാർക്ക് കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലും മനസാക്ഷിയിലും ചിന്താമണ്ഡലത്തിലൊക്കെ ഈ പിശാച് നമ്മളെക്കുറിച്ച് ഈ ലോകത്തിൽ നമ്മുടെ കൂടപ്പറപ്പുകളോ കൂട്ടുകാരോ അപ്പൻ്റെ വീട്ടുകാരോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഒന്നും ഒരു കള്ളത്തരം പറഞ്ഞില്ലെങ്കിലും നമുക്ക് തന്നെത്താൻ തോന്നത്തക്ക രീതിയിൽ പിശാച് നമ്മുടെ മനസ്സിനോട് പറയും, നീ ഗതിയിടിക്കാൻ പോകുന്നില്ല, നിൻ്റെ കൊച്ചിന് മാർക്ക് കുറഞ്ഞു പോയില്ലേ, നീ രക്ഷപ്പെടുമെന്നുമില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളാകപ്പാടെ ആടിക്കുഴയും. പക്ഷെ പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? തിരുവെഴുത്തിലൂടെ യേശു ആരാന്ന് തെളിയിച്ചതോടുകൂടെ യഹൂദന്മാർ പറഞ്ഞു പരത്തിയ കള്ളത്തരങ്ങളെല്ലാം ഖണ്ഡിച്ചു കളഞ്ഞു.
ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളാരാന്നറിയാൻ നിങ്ങളൊരു മനുഷ്യനോട് ചോദിക്കുന്നതിനേക്കാൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ വിശുദ്ധ ബൈബിൾ എടുത്തു വച്ചിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ അപ്പച്ച ഞാനിനി എന്താ ചെയ്യണ്ടേ? ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടി വരുമ്പോൾ മകനെ മകളെ വഴി ഇതാകുന്നു എന്ന് പുറകിൽ നിന്ന് പറയുന്ന ഒരാളുടെ ശബ്ദം. ആരുടെയാത് ശബ്ദം? ദൈവത്തിൻ്റെ, ദൈവാത്മാവിൻ്റെ. അത്രയ്ക്ക് വഴി നടത്താൻ ഈ പുസ്തകം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവം സാധ്യത തന്നിരിക്കുമ്പോൾ കണ്ണടച്ച് ദൈവത്തോട് പറയണം, ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ ആരാന്ന് എനിക്കൊന്ന് നന്നായി മനസ്സിലാക്കി തരാമോ? ഞാൻ വായിക്കുമ്പോൾ എന്നെക്കുറിച്ചാണെന്ന് എനിക്ക് ബോധ്യമാക്കി തരാമോ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. നമുക്ക് നമ്മെ കാണാം ഇതിനകത്ത്. നാം ആരെന്ന് തെളിയും. നാം ആരെന്ന് നമ്മുടെ മനസാക്ഷിക്കകത്ത് തെളിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ചില ഇടുങ്ങിയ ചിന്തകളൊക്കെ ഖണ്ഡിക്കപ്പെടുമെന്ന്. നമുക്ക് പേടിയും ഭയം ഉണ്ടാവാൻ കാരണം എന്താ? നമ്മൾ പലതിനകത്ത് മാനസികമായിട്ട് ഡിപ്രഷനാകാൻ കാരണം എന്താ? നമ്മളെക്കുറിച്ച് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകൾ, ആരോ പറഞ്ഞു പിടിപ്പിച്ചത്, പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചത്, അത് മുഴുവൻ ഖണ്ഡിക്കപ്പെട്ട് നിങ്ങൾ ജയാളിയാകണമെങ്കിൽ തിരുവെഴുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ തെളിയിക്കുക. ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. അത്രയും പിടികിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഒന്നോടെ കേട്ടു നോക്ക്. കുറച്ചുകൂടെ ഗ്രഹിപ്പാനുള്ള കൃപ ദൈവം തരും. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്തിനാണ് തിരുവെഴുത്ത് ഞങ്ങൾക്ക് തന്നത്? ആരുടെയൊക്കെയോ ഐതിഹ്യ കഥകൾ വായിച്ച് ഞങ്ങൾ ഗ്രഹിക്കാനും രസിക്കാനുമല്ല, ഒരു പുണ്യപുരാതനമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുമല്ല. ഇതിൻ്റെ പല ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്ദേശം, ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകാൻ, ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ തെളിവായി വരാൻ. അതൊന്ന് ഞങ്ങൾക്ക് ശരിക്കും പിടികിട്ടണേ കർത്താവേ. അതു നിമിത്തം ഞങ്ങൾക്ക് വിരോധമായ ചിന്തകൾ പോലും ഖണ്ഡിക്കപ്പെടട്ടെ. ആത്മഹത്യ ചെയ്ത് ഞങ്ങളെ തന്നെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചിന്തയെ ഖണ്ഡിക്കാൻ ഞങ്ങളാരാണ്, ഞാൻ ആരാണ് എന്ന് ബൈബിളിലൂടെ തെളിയിച്ചു കൊടുക്കണേ അപ്പാ. ഇതൊരു 100 പേർക്കെങ്കിലും പ്രയോജനപ്പെടണേ. എന്നും കേട്ട് ആമീൻ പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഇത് കേൾക്കുന്ന ഒരു 100 പേർക്കെങ്കിലും ഇന്ന് ബോധം വരണേ. ചിന്താമണ്ഡലങ്ങളെ ഖണ്ഡിച്ച് കളയണേ. ദൈവം പ്രവർത്തിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.